സിനുജി, കായംകുളം MLA യു പ്രതിഭ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിലെത്തിയിരിക്കുന്നു. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലെത്തിയിരിക്കുന്നു. അതായത് അറിയാമല്ലോ, ഇപ്പോൾ ഒരു മകൻ്റെ കഞ്ചാവ് കേസുമൊക്കെ ബന്ധപ്പെട്ട് അത് മകനാണ് പ്രശ്നമെങ്കിലും അവർ അതിൻ്റെ ഭാഗമായിട്ട് പല വിവാദത്തിലും പോയി പെട്ടു. പല ചാനൽ അവതാരകർക്കെതിരെ പറഞ്ഞു, മതം പറഞ്ഞു എന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു വിവാദത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതുവരെ ജില്ലാ കമ്മിറ്റിയിൽ ഇല്ലാതിരുന്ന പ്രതിഭയെ പെട്ടെന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നത്. അതിനോടൊപ്പം ഒരു സംശയം കൂടി വരുന്നത്, പ്രതിഭ BJP-യിലേക്ക് എങ്ങാൻ ചാടുവോ, അങ്ങനെ ചാടാതിരിക്കാനുള്ള ഒരു തന്ത്രം കൂടിയാണോ ഇതും ഒന്ന് ചോദ്യം ഉയരുന്നുണ്ട്. പാർത്ഥം പറഞ്ഞതാണ് കറക്റ്റ്. കാരണം ഇതുവരെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലേക്ക് യു പ്രതിഭ എന്ന് പറയുന്ന MLA 2 ടൈമായിട്ട് കായംകുളത്ത് MLA ആണ്, പക്ഷെ അവർ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടില്ല. ഇത്രയും കാലം ഉൾപ്പെടാത്ത ഒരാൾ പെട്ടെന്ന് ജില്ലാ കമ്മിറ്റി അംഗമായി മാറുന്നു. അപ്പോൾ ആളുകൾക്ക് സംശയിക്കുന്നു. അപ്പോൾ മാത്രവുമല്ല, മകൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളിൽ പെട്ടപ്പോൾ ഇവർ വളരെ പരുഷമായിട്ട് വളരെ പൊട്ടിത്തെറിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞു. മാത്രമല്ല, മാധ്യമപ്രവർത്തകർക്കെതിരെ അടക്കം പൊട്ടിത്തെറിച്ചു, ജാതി പറഞ്ഞ് മതം പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണം ഉണ്ടായി. അപ്പോൾ യു പ്രതിഭയെ പെട്ടെന്ന് ജില്ലാ കമ്മിറ്റിയിൽ എടുക്കുമ്പോൾ ചില സംശയങ്ങൾ ഉണരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ CPM-ന്റെ ജില്ലാ നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ ഒട്ടും ഇഷ്ടമുള്ള ഒരാളായിരുന്നില്ല പ്രതിഭ. അപ്പോൾ യു പ്രതിഭ എന്ന് പറയുന്ന വ്യക്തി ചെറിയ പ്രായത്തിൽ തന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു, അവിടുത്തെ ശേഷം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആകുന്നു. അങ്ങനെ ഭരണപരിചയമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. മാത്രവുമല്ല, ഈ 2ാം തവണയും MLA തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരുപക്ഷെ മന്ത്രിയായി ഒരു ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ CPM പിണറായി വിഭാഗമൊക്കെ പരിഗണിക്കുമെന്ന് കരുതി. പക്ഷേ അങ്ങനെ പരിഗണിക്കാതിരിക്കുകയും ആദ്യമായി MLA ആയ അല്ലെങ്കിൽ CPM-നൊപ്പം നിൽക്കുന്നുവെന്ന് ബോധ്യപ്പെട്ട ഒരു വീണ ജോർജിന് ഉൾപ്പെടെ മന്ത്രി പദവൊക്കെ നൽകി. അതിനെതിരെ ഇവർ വളരെ വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. അങ്ങനെ ഇവർ മൊത്തത്തിൽ CPM-ന് ഒരു അനഭിമതയായിരുന്നു. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഈ പറയുന്ന യു പ്രതിഭയ്ക്ക് ജില്ലാ സമ്മേളനത്തിൽ സമ്മേളന പ്രതിനിധിയായിട്ട് പങ്കെടുത്തു, അംഗത്വം നൽകുന്നു, ജില്ലാ കമ്മിറ്റി അംഗമാകുന്നു. അപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി അംഗത്തിന് ഒരു പദവി നൽകണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് യു പ്രതിഭയെ ഒരുപക്ഷെ BJP-യിലേക്ക് ആരൊക്കെയോ ക്ഷണിച്ചു എന്നാണ്. അതായത് കായംകുളത്ത് കുറച്ച് CPM പ്രവർത്തകർ BJP-യിലേക്ക് പോയി. അതിൽ K സുരേന്ദ്രനും അതുപോലെ തന്നെ നമ്മുടെ ശോഭാ സുരേന്ദ്രനും ഒക്കെ പങ്കെടുത്തു. അന്ന് അവർ പറഞ്ഞത് ഈ K സുരേന്ദ്രന് വേണ്ടി, അല്ലെ K സുരേന്ദ്രൻ പൊതുവായി പറഞ്ഞത് G സുധാകരനാണ് യു പ്രതിഭയെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചത്. അല്ലാതെ നേരത്തെ സംസാരിച്ചിരുന്ന സജി ചെറിയാൻ വളരെ മോശമായ ഒരു കമൻറ്റ് പറയുകയും അത് മറ്റൊരു വിവാദത്തിലേക്ക് വഴിതിരിച്ചു വിടുകയൊക്കെ ചെയ്തിരുന്നു. ഇവിടെ G സുധാകരനെയും അതുപോലെ യു പ്രതിഭയും ഒക്കെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ K സുരേന്ദ്രൻ സംസാരിക്കുന്നു, ശോഭാ സുരേന്ദ്രൻ സംസാരിക്കുന്നു. ഇതൊക്കെ തന്നെ CPM കൃത്യമായി നോട്ട് ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കായംകുളത്ത് 2 തവണയായിട്ട് MLA ആണ് യു പ്രതിഭ, എന്ന് വെച്ചാൽ CPM പ്രതിനിധി. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM അവിടെ 3ാം സ്ഥാനത്തേക്ക് പോയി. അതായത് കോൺഗ്രസിനും BJP-ക്കും താഴേക്ക് പോയി. അപ്പോൾ BJP-ക്ക് എങ്ങനെയാണ് കായംകുളം മേഖലയിൽ വലിയ വളർച്ച ഉണ്ടായത്? ഒരു കാരണവശാലും അതിന് സാധ്യതയില്ല. അങ്ങനെ ഇരിക്കെയാണ് ആലപ്പുഴയിൽ CPM-ന്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബിപിൻ സി ബാബു വളരെ പെട്ടെന്ന് BJP-യിലേക്ക് വരുന്നു. അപ്പോൾ അയാളെ നേരത്തെ CPM പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു, പിന്നീട് തിരിച്ചെടുത്തു. അപ്പോൾ ഈ പറഞ്ഞ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ബിപിൻ സി ബാബുവിന് പിന്നെ കൊടുത്തത് ബ്രാഞ്ച് കമ്മിറ്റിയിൽ പ്രവർത്തിക്കാനുള്ള ചുമതലയാണ്. ബിപിൻ സി ബാബുവിൻ്റെ അമ്മ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു, അവരും ചുമതലയിൽ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അവിടെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അന്ന് ബിപിൻ സി ബാബു പറഞ്ഞത് ചില നിക്ഷിപ്ത താല്പര്യക്കാർ അല്ലെങ്കിൽ ചില ന്യൂനപക്ഷത്തോട് കൂടുതൽ സേവനം സ്നേഹം ഒക്കെ കാണിക്കുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് പാർട്ടിയെ നയിക്കുന്നതെന്ന്. അങ്ങനെയുള്ള ആരോപണം ഉണ്ടായതോടുകൂടി ഈ ബിപിൻ സി ബാബു ഉൾപ്പെടുന്ന മേഖലയിൽ നിന്ന് ഉൾപ്പെടെ നിരവധി ആളുകൾ BJP-യിലേക്ക് പോന്നു. അതല്ലെങ്കിൽ CPM വിട്ടുപോയി എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ CPM-ൽ വലിയ കലഹമുണ്ടാകുന്നു. ഇത്തവണ നിലവിലെ CPM-ന്റെ ഏരിയ സെക്രട്ടറി അവിടെ അതേ പദവിയിൽ തുടരുമെന്നാണ് ഏരിയ സമ്മേളനത്തിൽ കരുതിയത്. പക്ഷേ ഏരിയ സെക്രട്ടറിയെ മാറ്റിയും താരതമ്യേന യുവാവായ ഒരാളെ കൊണ്ട് ഏരിയ സെക്രട്ടറിയായി നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ BJP-യെ CPM പേടിക്കുന്നു, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുക? അതെ, BJP-യെ CPM പേടിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ സിനുജി പറഞ്ഞതുപോലെ 58ഓളം പേരാണ് ഒരുമിച്ച് കായംകുളത്ത് നിന്ന് പാർട്ടി വിട്ടത്. അത് സ്വീകരിക്കാൻ എത്തിയത് K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും. അങ്ങനെ പാർട്ടിക്ക് വലിയ പേടിയുണ്ട്, ഭയമുണ്ട്. കായംകുളം പോലുള്ള ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് തന്നെ CPM-ന്റെ വളരെ ഹാർഡ് കോർ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണല്ലോ. അപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രൻ പോയി മത്സരിച്ചപ്പോൾ കുത്തനെയാണ് വോട്ട് വർദ്ധിപ്പിച്ചത്. വെള്ളാപ്പള്ളിയുടെയും SNDP-യുടെയും ഒക്കെ ഒരു മാറ്റം കൂടെ അവിടെ പ്രകടമാകുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറയുന്ന കായംകുളത്ത് ഒരു അട്ടിമറി BJP പെട്ടെന്ന് മുകളിലോട്ട് കയറുമോ, പതുക്കെ BJP വലിയ തോതിൽ ശക്തി പ്രാപിച്ച് വരുന്നുണ്ടോ എന്നുള്ള ഭയം CPM-നെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ കഞ്ചാവ് കേസ് എങ്ങനെയാണ് ഉണ്ടായതെന്നും 2 തരത്തിൽ പറയുന്നുണ്ട്. പാർട്ടിക്കാർ തന്നെ ഒറ്റിയതാണ് എന്ന് പറയുന്നുണ്ട്. ഈ പാർട്ടി ആവശ്യത്തിന് പിന്നെ ഈ പ്രതിഭയെ സഹായിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഈ സജി ചെറിയാൻ പറഞ്ഞ വാചകത്തോട് നേരെ തിരിച്ച് MB രാജേഷ് പറഞ്ഞത് പുകവലിക്കുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല എന്നുള്ളത് കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്.
അപ്പോൾ ഈ രീതിയിൽ പ്രതിഭ MLA-ക്കെതിരെ MLA-യുടെ മകനെയൊക്കെ FIR-ൽ ഇടണമെങ്കിൽ അതൊന്നും അറിയാതെ ഒന്നും ഒരു എന്താണ് ഓഫീസറും അങ്ങനെ ചെയ്യില്ല എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ പ്രതിഭ ഇതിലെല്ലാം ഒരു ബുദ്ധിമുട്ടിലായി നിൽക്കുന്ന പ്രതിഭ BJP-യിലേക്ക് പോയാൽ അത് CPM-ന് വലിയ തിരിച്ചടി തന്നെയായിരിക്കും. അതുകൊണ്ട് അത് തടയാൻ തന്നെയാണ് CPM ഇത്തരത്തിലൊരു കാര്യം എടുത്തതെന്നും പിന്നെ ഒരു ട്രോളൊക്കെ ആയിട്ട് വരുന്നൊരു സംഭവം ഈ കഞ്ചാവിൻ്റെ ഇതൊക്കെ വന്ന് ഇതുവരെ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് എടുത്തില്ല. അപ്പോൾ കഞ്ചാവിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇതൊക്കെ ഒരു യോഗ്യതയായി പരിഗണിക്കാവുന്ന ഇപ്പം ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടുകൂടിയാണോ ഈ പ്രതിഭയ്ക്ക് ജില്ലാ കമ്മിറ്റി സ്ഥാനം വന്ന ട്രോളുകളുണ്ട്. നമ്മളങ്ങനെ പറയുന്നില്ല, ട്രോൾ ഇത്തരം വരാനുള്ള ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമുണ്ട് വാർത്ത. അതായത് പ്രതിഭ MLA ആയിട്ട് വന്നതിന് ശേഷം കായംകുളത്തെ DYFI നേതൃത്വവുമായി പ്രതിഭ അകൽച്ചയിലാണ്. വളരെ കൃത്യമായിട്ട് DYFI എപ്പോഴും പ്രതിഭയെ വിമർശിക്കും, പ്രതിഭ എപ്പോഴും DYFI നേതാക്കളെ വിമർശിക്കും. അങ്ങനെ DYFI നേതാക്കൾക്ക് തീരെ താല്പര്യമില്ലാത്ത DYFIക്ക് ഇഷ്ടമില്ലാത്ത ഒരു MLA ആയി പ്രതിഭ മാറി. അപ്പം ഈ കായംകുളം ഭരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിന് പ്രതിഭയോട് തീരെ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് നിലവിലുള്ള ഏരിയ സെക്രട്ടറി വീണ്ടും അവിടെ തുടരും എന്നൊരു സ്ഥിതി വന്നത്. അങ്ങനെ തുടർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ സംസ്ഥാന നേതാക്കളെയോ ജില്ലാ നേതാക്കളെയോ ഒക്കെ കായംകുളത്ത് പൂട്ടിയിടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതായത് തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ ദൂരെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന ഏരിയ സമ്മേളനം നടന്നപ്പോൾ ഇതുപോലെയായിരുന്നു. സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവരെ തടഞ്ഞു വെച്ചു. അവിടുത്തെ ലോക്കൽ നേതാക്കൾ അതല്ലെങ്കിൽ പ്രാദേശിക പ്രവർത്തകരൊക്കെ തടഞ്ഞു വെച്ചു. അതിന് സമാനമായ ഒരു സാഹചര്യം കായംകുളത്ത് ഉരുത്തിരിഞ്ഞ് വരുന്നുവെന്ന് CPM കൃത്യമായി മനസ്സിലാക്കി. അല്ലെങ്കിൽ ഇത്തരം സാധ്യതകൾ ഉണ്ടെന്ന് അവർ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി. അങ്ങനെയാണ് വളരെ ജൂനിയറായ അല്ലെങ്കിൽ താരതമ്യേന യുവാവ് എന്ന് വിളിക്കാവുന്ന ഒരാളെ പിടിച്ച് ഏരിയ സെക്രട്ടറിയുടെ ചുമതലയിലേക്ക് നൽകിയത്. അപ്പോഴും നിലവിലുള്ള സെക്രട്ടറി പറഞ്ഞത് ഞാൻ തുടർന്നോളാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ്. അപ്പോൾ സംസ്ഥാന നേതൃത്വം അല്ല ജില്ലാ നേതൃത്വം പറഞ്ഞു താങ്കൾ തുടരണ്ട, പുതിയ ആൾ വരുന്നുണ്ട്, അവർ നേതൃത്വത്തിലേക്ക് വരും. അങ്ങനെ പുതിയ നേതൃത്വം വന്നു കഴിയുമ്പോഴും പഴയ നേതൃത്വത്തിൻ്റെ ചരട് അവിടെയുണ്ട്. ആ നേതൃത്വമാണ് അവിടെ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, അതിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് വരേണ്ടത് പുതിയ ഏരിയ സെക്രട്ടറിയാണ്. പക്ഷേ ഏരിയ സെക്രട്ടറിയെ മാറ്റി നിർത്തുന്നു, പകരം പഴയ സെക്രട്ടറിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചുക്കാൻ പിടിക്കുന്ന ചില ആളുകളോ വരുന്നു. അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില നേതാക്കളുണ്ട്. ആ നേതാക്കൾ കൃത്യമായി ചരട് വലിക്കുകയും അതിനനുസരിച്ച് അവിടുത്തെ ഏരിയ നേതൃത്വം പ്രവർത്തിക്കുകയും ചെയ്യുകയായിരുന്നു. മണൽ മാഫിയെ സഹായിക്കുന്നുണ്ട്, റിയൽ എസ്റ്റേറ്റുകാരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ വലിയ അഴിമതി ആരോപണം, ഒപ്പം കള്ളിഷാപ്പ് വരെ നേരിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുന്നു എന്നാണ് CPM നേതൃത്വത്തിനെതിരെ, ഏരിയ നേതൃത്വത്തിനെതിരെ ആരോപണം. ഇവിടേക്കാണ് പുതിയ യുവാവായ നേതാവ് വരുന്നത്. ഈ യുവാവായ നേതാവിനെ പതുക്കെ അകറ്റി നിർത്തുകയാണ്. ഓരോ ഘട്ടത്തിലും ഈ CPM-ന്റെ കാലങ്ങളായുള്ള അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ലോബി, അവരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോഴും ഈ യുവ നേതാവിന് ജില്ലാ കമ്മിറ്റിയിലെ ചില ആളുകളുടെ പിന്തുണ കിട്ടും. നീ ഭയപ്പെടുകയും പേടിക്കുകയൊന്നും വേണ്ട, CPM-ന്റെ ഒരു ചട്ടം അനുസരിച്ച് അതിനപ്പുറത്തേക്ക് കയറി കളിക്കുന്നവനൊക്കെ കോലുകൊണ്ട് മരിക്കും, ആ രീതിയിലുള്ളതാണ്. അതുകൊണ്ട് പുതിയ ഏരിയ കമ്മിറ്റി രൂപീകരിച്ചല്ലോ, ഇനി ഏരിയ സെന്റർ രൂപീകരിക്കണം. ഏരിയ സെന്റർ വരുമ്പോൾ ആ ഏരിയ കമ്മിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് അംഗങ്ങൾ, ഇവരൊരു ഗ്രൂപ്പായി കഴിഞ്ഞാൽ പിന്നെ ഈ പഴയ നേതാക്കൾക്ക് പിടുത്തം ഉണ്ടാവില്ല. മാത്രമല്ല CPM-ലെ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില നേതാക്കൾക്ക് ഇവിടുത്തെ ഏരിയ കമ്മിറ്റിയിലെ ചില ആളുകളുമായിട്ട് കറക്റ്റ് ബന്ധമാണ്, ഡയറക്റ്റ് ചെയ്യുന്ന അവരാണ്. അവരെയൊക്കെ മാറ്റി നിർത്തണമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പുത്തലത്ത് ദിനേശൻ അടക്കമുള്ളവർ അവിടെ പ്രശ്നമുണ്ടായപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ വന്ന് ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. അന്നും വലിയ പൊട്ടിത്തെറിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിക്കുമ്പോൾ പ്രതിഭ എന്ന് പറയുന്ന ആളെ ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളിൽ ചില അജണ്ടകളുണ്ട്. അതായത് പഴയ താപ്പാനകളൊക്കെ ഒന്ന് മാറ്റി നിർത്തിക്കട്ടെ, പ്രതിഭ വരട്ടെ വനിതാ പ്രാതിനിധ്യമായി. കാരണം അടുത്ത വർഷം അവരുടെ MLA പദവി കാലാവധി പൂർത്തിയാവും, വീണ്ടും അവർ MLA ആയിട്ട് മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ പദവിയിലേക്ക് കുപ്പായം തുന്നിയിരിക്കുന്ന കുറേ പേരുണ്ട്. അവരൊന്നുമല്ല പാർട്ടി നേതൃത്വത്തിന് വേണ്ടതെന്ന് CPM തിരിച്ചറിയുന്നുണ്ട്. ഒപ്പം ഇവരുടെ പ്രവർത്തനം കൊണ്ടാണ് പുതുപ്പള്ളി ഉൾപ്പെടെയുള്ള കരിയിലക്കുളങ്ങര ഉൾപ്പെടെയുള്ള കായംകുളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് പാർത്തം പറഞ്ഞ 58 പേർ, സത്യത്തിൽ 58 പേർ ഉൾപ്പെടെ 200-ലധികം പേർ പോയിട്ടുണ്ട്. അതിൽ കുറച്ച് പേർ കോൺഗ്രസ്സുകാരാണ്, കുറച്ച് പേർ CPM-ന്റെ അനുഭാവികളാണ്. അവർ CPM മെമ്പേഴ്സ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. അത്രയധികം ആളുകൾ BJP-യിലേക്ക് ഉണ്ടായി. അപ്പോൾ BJP പ്രതീക്ഷിക്കാത്ത വലിയൊരു ഒഴുക്ക് അവിടെ ഉണ്ടാകുന്നു. ബിപിൻ സി ബാബു എന്ന് പറയുന്ന കായംകുളത്തെ CPM-ന്റെ യുവ നേതാവ് BJP-യിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ കാലം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു. അവരും ഏതാണ്ട് BJP-യുടെ അനുഭാവം പ്രകടിപ്പിച്ചു തുടങ്ങി. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ പിടിച്ച വോട്ട് നമ്മൾ മനസ്സിലാക്കണം. SNDP-യുടെ പിന്തുണയെന്ന് പാർത്തം പറഞ്ഞല്ലോ. ഒപ്പം തന്നെ ധീവര സമുദായത്തിൻ്റെയൊക്കെ പിന്തുണയും ആലപ്പുഴയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്തു. അപ്പോൾ കുറേ ഹൈന്ദവ വോട്ടുകൾ അവിടെ ഏകീകരിക്കപ്പെടുന്നു. ആ ഏകീകരിക്കപ്പെടുന്ന വോട്ടുകൾ BJP-ക്ക് അനുകൂലമായി നീങ്ങുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ CPM
യുവിന് അവിടെ അപകടം മണക്കുന്നു. അപ്പോൾ കായംകുളം പോലെ CPM-ന്റെ ശക്തി കേന്ദ്രത്തിൽ അവർ പരാജയപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് BJP വളരുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ യു പ്രതിഭയെ വേണമെങ്കിൽ BJP-യിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാവുന്ന നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ യു പ്രതിഭയെ പോലെയുള്ള ഒരു നേതാവ് BJP-യിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അപ്പോൾ അവർ പാർട്ടിയിൽ തുടർച്ചയായി അവഗണിക്കപ്പെടുകയും അവരെ കുത്തി വളർത്താനായിട്ട് ആളുകൾ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മണത്തു. അതുകൊണ്ടാണ് ഇപ്പം ഈ പറയുന്ന യു പ്രതിഭയെ ഈ ജില്ലാ കമ്മിറ്റിയിലെടുത്തത്. മാത്രമല്ല യു പ്രതിഭയുടെ മകനെ ഒരു കേസിലാണല്ലോ പെടുത്തിയത്. അത് ഈ പറയുന്ന CPM-ലെ ചില ലോബികളുടെ പ്രവർത്തനമാണെന്ന് പറഞ്ഞു. കാരണം എക്സൈസ് സംഘം അവിടെ എത്തുന്നു, പെട്ടെന്ന് പിടികൂടുന്നു, വാർത്തകൾ വരുന്നത് യു പ്രതിഭ MLA-യുടെ മകൻ കേസിലാണ് അല്ലെ. അപ്പൊ യു പ്രതിഭയെ അവിടെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിച്ചത്. ഇത് ജില്ലാ നേതൃത്വം തിരിച്ചറിയുന്നു. സംസ്ഥാന നേതൃത്വത്തിലെ ചില നേതാക്കളുടെ ആശീർവാദം യു പ്രതിഭയ്ക്ക് എത്തുന്നു. അങ്ങനെ ഈ CPM-ൽ മൊത്തത്തിലൊരു അഴിച്ചുപണി നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ BJP-യെ തടയിടാൻ CPM ശ്രമിക്കുന്ന പുത്തൻ തന്ത്രം അല്ലേ? തീർച്ചയായും.